ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പം ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും കാണണം. അപ്പം നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം 31-ാം തീയതി വൈകിട്ട് നമ്മൾ നേരെ പോകാനായിട്ട് പ്ലാൻ ഇട്ടത് അജ്മാനിലേക്കാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും മോളും കൂടിയൊക്കെ റെഡിയായി. ചേട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ പോയത്, നമ്മുടെ കൂടെ അരുൺ സാനുണനും പിന്നെ വിഷ്ണു എന്ന് പറയുന്ന ചേട്ടൻ്റെയൊക്കെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. നമ്മൾ എല്ലാ വർഷവും പോവാറ് ഈ അജ്മാൻ ഏരിയയിലായിട്ടോ കേട്ടോ. അവിടെ ചെന്ന് ജസ്റ്റ് ഗ്രില്ലിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ഇരിക്കും. അതാണ് അവിടുത്തെ പരിപാടി. അപ്പം നമ്മളിതാ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഫയർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഒരു ഒഴിഞ്ഞ ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി അപ്പുറത്തെ സൈഡ്, ഈ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരിക്കാറ്. പക്ഷേ ഇത്തവണ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡായിട്ട് വരുന്നത്. അങ്ങനെ ചേട്ടന്മാർ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഹെൽപ്പേഴ്സൊക്കെ ആയിട്ട് നിൽക്കാറില്ലേ ഉള്ളൂ. അപ്പോൾ മറ്റേ കരിയും കരിയല്ലേ, കനൽ, അതൊക്കെ. അപ്പോൾ ചേട്ടന്മാരെല്ലാം സ്റ്റാർട്ടിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തന്നെ കേട്ടോ എല്ലാം ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഹെൽപ്പേഴ്സായിട്ട് നിൽക്കാറേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു മസാലയൊക്കെ അങ്ങോട്ട് യോജിപ്പിക്കുകയൊക്കെ ചെയ്ത് ഈ അരുൺ സാനോണനാണ് കേട്ടോ. ആൾക്ക് ഭയങ്കരമായിട്ട് കുക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ആ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ തീയൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരാനായിട്ട് കുറച്ച് ടീമുകളും കൂടി ഉണ്ട്. നമ്മുടെ സുധീഷ് ചേട്ടനും ശ്രുതിയും സ്വാതിയും മനീഷും എല്ലാവരും വരാണ്ട് കേട്ടോ. അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലൈറ്റ് കൊണ്ടുവരാനുള്ള ആളുകൾ സുധീഷ് ചേട്ടനൊക്കെ കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ സുന്ദരിക്ക് നമ്മളിതാ ഒരു ബോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തെ തണുപ്പായിരുന്നു. എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടാട്ടോ നിൽക്കുന്നത്. അങ്ങനെ സുധീഷ് ചേട്ടനും ശ്രുതിയും മോളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുള്ളത് കൊണ്ട് നമുക്ക് നല്ല അത്യാവശ്യമല്ല, നല്ല അടിപൊളിയായിട്ട് വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തെ തണുപ്പായിരുന്നു കേട്ടോ. സ്വാതി സ്വെറ്റർ എടുക്കാൻ മറന്നുപോയത് കേട്ടോ. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഇല്ലാതൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാ തവണയും വരുമ്പോഴത്തേക്ക് നമ്മുടെ ഷൈനിക്കയും ബാസിലത്തെയും മോളും മോനും എല്ലാവരും ഉള്ളത് കേട്ടോ. അപ്പം കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴും അവരുണ്ടായിരുന്നു. അപ്പം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ കുറച്ചും കൂടി ആളുകളുണ്ടായിരുന്നു. എന്താ പറയുക, കുറച്ചും കൂടി ഒരു കഴിഞ്ഞ തവണത്തെ അത്രയും വന്നിട്ടില്ല കേട്ടോ നമ്മുടെ ആ ഒരു എൻജോയ്മെൻറ്റ് ഇത്തവണ. ഷൈനിക്ക ഫുൾ വൈബായിരുന്നു. പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നല്ലോ ഇക്കടെ മരണവും കാര്യങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ അവരിപ്പം നാട്ടിലാണ്, ഇത്തയും മോളുമൊക്കെ മക്കളുമൊക്കെ. അപ്പോൾ അവർ നമ്മൾ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. കാര്യം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം ഫുൾ അവരെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാര്യം ഇക്കൊക്കെ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണത്തെ ന്യൂ ഇയർ നമ്മൾ ആഘോഷിച്ചത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇക്കടയും പഴയ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടോ എല്ലാവരും നിൽക്കുകയും ഇരിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ആ ഒരു അത്രയും എൻജോയ്മെൻറ്റ് ഇത്തവണ ഇല്ലായിരുന്നെന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഇവർ ഫ്രൈ ആക്കുക നമുക്ക് ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടർ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ സോസേജാണ് കേട്ടോ. അത് നല്ല രീതിയിൽ അവർ ഫ്രൈ ആക്കി മസാലയൊക്കെ പുരട്ടി അതൊക്കെ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ ആരെ കൊണ്ടും ഇത് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ. അവർ തന്നെ കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അവർ ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും ബഹളവും ഒക്കെ ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക്. ഹരിപ്രിയയൊക്കെ ഫുള്ള് തണുത്ത് വിറച്ച് നിൽക്കുക കേട്ടോ. നമ്മുടെ അവൾക്ക് ഞാൻ ക്യാപ്പും സ്വെറ്ററും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇരുന്ന് അതിങ്ങനെ അങ്ങോട്ട് തിരിച്ചും ഇങ്ങോട്ട് തിരിച്ചു വെക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ചിക്കനാട്ടോ പറക്കി വെച്ചത്. ആദ്യമേ ചിക്കനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് സുനിയുടെയും മനീഷിൻ്റെയൊക്കെ നേതൃത്വത്തിലായിരുന്നു. അത് പക്ഷേ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. കാര്യം പെട്ടെന്ന് വേവുന്നത് കണ്ടോ. നമ്മൾ നോർമലി അതിങ്ങനെ കുറേ ഓയിലൊക്കെ ഒഴിച്ച് സ്ലോ കുക്ക് ചെയ്താട്ടോ സനനൊക്കെ എടുക്കാറ്. പക്ഷേ സുനിയൊക്കെ അത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്ത് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു.
ഇതാണ് കേട്ടോ ചേട്ടൻ്റെയൊക്കെ ഫ്രണ്ട് വിഷ്ണു എന്ന് പറയുന്ന ചേട്ടൻ. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ചുറ്റും വയ്ക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മോളും സുധീഷ് ചേട്ടൻ്റെ മോളും സുധീഷ് ചേട്ടനും കൂടിയൊക്കെ ആട്ടോ നിന്ന് ബോൾ കളിക്കുന്നത്. സുധീഷ് ചേട്ടൻ പിള്ളേരുടെ കൂടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മളെല്ലാവരും എന്താ ചിക്കൻ അല്ലല്ലോ, സോസേജ് അല്ലേ, സോസേജും പിടിച്ച് സ്വാധീനം നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൈക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൈക്ക് പക്ഷേ നമുക്ക് സ്പീക്കറിന് കുറച്ച് നേരത്തെ ചാർജേ ഉള്ളായിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഒരു 1 hour ഒന്നും നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം 3-4 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതാ നമ്മുടെ അരുൺ സാനോണ്ണൻ രംഗത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വക അടിപൊളിയായിട്ട് കുക്ക് ചെയ്തെടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ വട്ടചേട്ടൻ കിടന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ആൾ ഫുൾ വൈബാണ് എപ്പോഴും ഇങ്ങനെ കേട്ടോ. അപ്പം ന്യൂ ഇയർ ഒക്കെ ആവുന്നതിന് ഇതാ കുറച്ച് നേരം മുമ്പ് എനിക്കൊന്നൊരു 11:30 തൊട്ട് ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ലൈറ്റ് വർക്കൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നിന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കുറച്ച് ദൂരം കേട്ടോ ഈ ഒരു വർക്ക് നടന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എന്തായാലും വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാ തവണത്തെ പോലും നമ്മളത് ഇത്തവണയും കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ തവണയും ന്യൂ ഇയറിന് വരുമ്പോഴും നമ്മളിങ്ങനെ കേക്ക് വാങ്ങിയിട്ടാണ് വരാറ്. അപ്പം നമ്മൾ ടേബിളും ചെയറും ഫുൾ സെറ്റായിട്ട് ആണ് വരാറ് കേട്ടോ. ഇത് കേക്കിൻ്റെ ആ ഒരു പാത്രം തുറന്ന് അതിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവള്. അതും വീഡിയോ എടുത്തോന്ന് ചോദിച്ചിട്ട് വഴക്കറിയാം കേട്ടോ. പിന്നെ ഞങ്ങളിതാ എല്ലാവരും കൂടി ആ ഒരു 12 മണിയാവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടൈം നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഓരോ സൈഡിൽ നിന്ന് ക്യാമറമാന്മാരുടെ വക ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു സൈഡിൽ ഫയർ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ ഒരു 12 മണിയായപ്പോഴത്തേക്ക് തന്നെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതാ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ നിന്ന് കൂകി വിളിച്ച് ബഹളമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ന്യൂ ഇയർ അല്ലേ. നമ്മുടെ ആ ഒരു സൈഡിൽ തന്നെ കുറേ ടീമുകളുണ്ടായിരുന്നു. അപ്പം കുറേ മലയാളി ടീംസ് ഉണ്ടായിരുന്നു, പിന്നെ പാകിസ്ഥാനീസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്ന ടൈമിൽ അവിടെ ആരുമില്ലായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഫുൾ ആളായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 10-12 പേരുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങ് ദൂരെയായിട്ടാണ് കേട്ടോ അവിടെ ഒരു ഫയർ വർക്ക് കാണുന്നത്. കുറേ കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിന്ന സൈഡിലുണ്ടായിരുന്നു കേട്ടോ. ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബഹളമായിരുന്നു. അമ്മ കേക്ക് കട്ട് ചെയ്തിട്ട് ആർക്കൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പം പലരും പല വഴിക്ക് ഇത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കേക്ക് കിട്ടിയാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇടയ്ക്കെപ്പോഴും ഞാൻ അത് കഴിച്ചായിരുന്നു. അമ്മ കട്ട് ചെയ്ത സമയത്ത് എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. കാര്യം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഈ കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും മെയിനായിട്ടുള്ളൊരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി വൈസ് നമ്മൾ കേക്ക് കട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് ഓരോരുത്തരായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ടേൺ ആയിട്ടുണ്ടായിരുന്നത് ഞങ്ങളും കേക്കൊക്കെ കട്ട് ചെയ്ത് കേട്ടോ. ആദ്യമേ ഞാനും ചേട്ടനും മോളും കൂടി നിന്ന് കട്ട് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് റൊമാൻറ്റിക് അല്ലല്ലോ, കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കണമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കിസ്സൊക്കെ കൊടുത്ത് നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതിൻ്റേതായ രീതിയിൽ കരച്ചിൽ ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് അമ്മ വന്നു കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ നമുക്ക് 2 പേർക്കും തരികയും നമ്മളുടെ വക അമ്മയ്ക്കുള്ള ഉമ്മ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അരുൺ സാറാണ്. ഇപ്പം ചിന്നു ഒന്നും നാട്ടിൽ ആയതുകൊണ്ടും ചിന്നുവിൻ്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ മോനാണ്. അപ്പോൾ ചിന്നുവൊക്കെ നാട്ടിലാണ്. അവരിനി മാർച്ചിൽ വരുള്ളൂ. അപ്പോൾ അരുൺ സാനുണ്ണൻ സിംഗിളായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫാമിലി തന്നെയാണല്ലോ ചേട്ടനും. അപ്പം നമ്മളെല്ലാവരും കൂടി നിന്ന് ഫോട്ടോസും വീഡിയോസും കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓരോ ഫാമിലീസ് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും എന്താ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, പ്ലേറ്റൊക്കെ നിരത്തി വെച്ചു ഒക്കെ ആയിട്ടോ ഇരുന്നത്. ചിക്കനും കുബൂസും മയണൈസും പിന്നെ പെപ്സി അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു നിന്നു. പിന്നെ ഞാൻ എന്താ ചേട്ടൻ്റെ പ്ലേറ്റ് ഇടയ്ക്ക് പോയി കുറച്ച് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വാരി തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ചെറിയ പീസേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരെ പോയി എൻ്റെ പ്ലേറ്റിൽ നിന്ന് കഴിച്ചു. അപ്പം നമ്മളിതാ കഴിച്ചുകൊണ്ടിരുന്ന ടൈമിലാട്ടോ അടുത്തൊരു ഫയർ വർക്ക് വന്നത്. അപ്പോൾ അതും അത്യാവശ്യം കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പക്ഷേ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ. മോളമ്മയുടെ കയ്യിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അത് കേട്ടിട്ട് പെട്ടെന്ന് കരയുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. കഴിഞ്ഞ വർഷത്തേക്ക് ആ ഒരു ഫയർ വർക്ക് നടക്കുന്ന സമയത്ത് അവൾ കുഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അത് കണ്ട ഒരു ഓർമ്മയും അതൊന്നും കാണില്ലല്ലോ. ഇപ്പോൾ പക്ഷേ അത് കണ്ട ഒരു ഓർമ്മയും എന്താണെന്നൊക്കെ അറിയാം കേട്ടോ. പറഞ്ഞു കൊടുത്തു നമ്മൾ. അങ്ങനെ അതാ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് പാക്കപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ ന്യൂ ഇയർ സെലിബ്രേഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ ഇത്.